3-4 മാസം വണ്ടി കയറ്റിയിട്ട് എൻ്റെ ഒരു കോലമാണ് ഈ കാണുന്നത്. വണ്ടി കണ്ടിരിക്കണം. നീ എൻ്റെ വണ്ടി നശിപ്പിച്ച് വണ്ടി നശിപ്പിച്ചിട്ട് ആക്രമിക്കുന്ന സുഹൃത്തുക്കളെ. പുതിയ ഡൈനാമോ കൊണ്ടുവന്ന് ഡൈനാമോ സെറ്റ് ചെയ്ത് പുതിയ സോ കൂൾ. നമ്മൾ എന്തായാലും തിരിച്ചറിയുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അടിച്ചു വെച്ചാൽ മാത്രമേ ഒരു 1500 രൂപ വെച്ച് നോക്കുമ്പോൾ ഇത് ടീപ്പൊരു സാധനമാണ്. 2 ബാറ്ററി നമുക്ക് മാറി മാറി കം ബാക്ക്. എന്നിട്ട് അത് ഒന്നേ നമ്മൾ റീബിൽഡ് ചെയ്ത് തിരിച്ചിറക്കാൻ പോവും. ഹായ് ഗായ്സ്, അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്മിലൊന്നും കണ്ട് ഞെട്ടണ്ട, സത്യാവസ്ഥയാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എറണാകുളത്ത് നിന്ന് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ ഡ്യൂക്കി ഇവിടെ ഇരിപ്പുണ്ട്. സിംഗിൾ സാധാരണ പോലെ നമ്മൾ ഓടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ, കണ്ണൊക്കെ ചുമന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എണീറ്റ് വന്നേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മുടെ പരിപാടി കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, നമ്മൾ ബ്ലൂബി എവിടെ, എന്താ മച്ചാ പറ്റി, എന്താ അവസ്ഥ. സോ ഗൈസ്, ആക്ച്വലി ഒരു ബിസിനസ് പ്ലാനായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് 1.5 വർഷമായിട്ട് എറണാകുളത്താണ്. അതിലിപ്പോൾ 4 മാസമായിട്ട് സ്വന്തമായിട്ടൊരു ഇതൊക്കെ ഇട്ടിട്ട് കൊച്ചിയിലായിരുന്നു. ദെൻ വണ്ടി ഇവിടെ ആയിപ്പോയി. അപ്പോൾ അതിൽ ചെറിയ ഡൈനാമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചങ്ങായിനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പൊടി പിടിച്ച വണ്ടി കാലം പോലെ എനിക്കത് കാണാൻ പോലും പറ്റുന്നില്ല. എനിക്കറിയാം എന്താ അവസ്ഥ. പക്ഷേ ഞാനൊന്ന് കണ്ടു നോക്കാം, നിങ്ങളെയും കാണിച്ചു തരാം. എന്നിട്ട് അത് ഒന്നേ നമ്മൾ റീബിൽഡ് ചെയ്ത് തിരിച്ചിറക്കാൻ പോവും. അത് മുന്നേ പറയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി കാണാം. ഫസ്റ്റ് നമ്മുടെ ഡ്യൂക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഇന്നലെ എത്രയും ദൂരം നമ്മൾ ഓടിച്ചുകൊണ്ട് കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ പണ്ടൊരു വീഡിയോ ഇട്ട് ഓർമ്മയാണ് എല്ലാവർക്കും, നമ്മുടെ എക്സോസ്റ്റ് ഇളകിപ്പോയത്. അതുപോലെ ഈ പ്രാവശ്യം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഊരി വെക്കുന്നുണ്ടേ എക്സോസ്റ്റ് ഇളകിപ്പോയി. അമ്മേ, ഇത് കണ്ട, എക്സോസ്റ്റ് ഇളകിപ്പോയി. അടിയിൽ നിന്ന് ഊരിയിട്ട് മുകളിൽ നിന്ന് ഊരിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുതിയ വെഹിക്കിൽ ത്രെഡ് ഒപ്പിക്കണം. ത്രെഡ് ഒപ്പിച്ചിട്ട് വേണം നമുക്കിതൊന്നും കൂടെ സെറ്റ് ചെയ്യാം. സോ നല്ല അടിപൊളി എക്സോസ്റ്റ് നോട്ടായിരിക്കും ഞാൻ കേൾപ്പിച്ചു തരാം. ഇന്ന് കഴിഞ്ഞ ദിവസം ഊരിപ്പോയതാണേ. ഇതെല്ലാ പ്രാവശ്യവും മെയിൻ പരിപാടി ഇതാ. അതിൻ്റെ വെഹിക്കിൽ നെട്ട് തെറിച്ചു. അതുകൊണ്ട് എനിക്ക് റൊട്ട് നെട്ടി എല്ലാം കേക്ക് വെച്ചിട്ട് ആ വണ്ടി ഇട്ട്. അപ്പം നമുക്കൊന്ന് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അധികം കത്തിക്കാനുള്ള എണ്ണയില്ല. അപ്പം നമുക്ക് കാറ് കാണാൻ പോവാം. കൈസ്, അങ്ങനെ വണ്ടി കണ്ടിരിക്കണം. നീ എൻ്റെ വണ്ടി നശിപ്പിച്ച് വണ്ടി നശിപ്പിച്ചിട്ട് ആക്രമിക്കുന്ന സുഹൃത്തുക്കളെ. എത്ര കാലത്തിന് ശേഷം കാണുന്നേ നോക്കി. എന്താടാ അടിപൊളി. ഒരു 3-4 മാസം വണ്ടി കയറ്റിയിട്ട് എൻ്റെ ഒരു കോലമാണ് ഈ കാണുന്നത്. ഒന്ന് സെറ്റ് ചെയ്തിനെല്ലാം ഇറക്കണം. കേട്ട് വരെ ഞാനൊന്ന് പകുതി റെഡിയാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ പിന്നെ പെട്ടെന്ന് എറണാകുളത്തോട്ട് പോകേണ്ട വന്നിട്ട് ഫുള്ളിനൊന്ന് കണ്ടീഷൻ ആക്കിയിട്ട് വേണം ഇറക്കാൻ. ഇത് കാണുമ്പോഴൊരു വണ്ടി പ്രാന്തിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഗൈസ്, ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ബാറ്ററി കോരി വിട്ടുണ്ട് പൊക്കി വെക്കാം. നമുക്ക് ഉടനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം. കം ബാക്ക്. നിങ്ങളൊക്കെ സംസാരിച്ചു. വണ്ടിയുടെ ഡൈനാമോ പോയി, ബാറ്ററി പോയിട്ടുണ്ട്. പുതിയ ബാറ്ററി ഇടണം, ഡൈനാമോ ഇടണം, പിന്നെ ചെറിയൊരു പെയിൻറ് പണി, അത്രേ ഉള്ളൂ. സീസീനില്ല. വിത്തിൻ 1 വീക്ക് നമ്മൾ തിരിച്ചിറക്കിയിരിക്കും. പിന്നെ വണ്ടി അടിച്ചോണ്ട് പോന്നേ. കൈതന്നെ കരയല്ലേ ഡ്യൂക്ക് തരാം. കരയല്ലേ, കണ്ണ് തുടക്കല്ലേ, കരയല്ലേ. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും എന്തോ ഭയങ്കര ഇഷ്ടമായി പോയി. താഴെ എടുത്തോണ്ട് പോലോ വണ്ടി. കോഴിക്കോട്ടെ നാട്ടിൽ ഫുൾ റീസ്റ്റോർ ചെയ്യാൻ പോണേ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ബ്ലൂബിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെ. സോ ഗൈസ്, നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താടാ പറ്റിയത്, എന്താ അവസ്ഥ എന്ന് കമൻറ്റ് ചെയ്യാൻ വരും. എല്ലാവരും എല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു 1500 ലൈക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ നമ്മളിത് പണിത് ഇറക്കും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എന്താടാ പറ്റി, എന്താണെന്നുള്ള നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഡ്യൂട്ടി കൂട്ടനെയും കൊണ്ട് ഞാൻ
കൊച്ചിയിലോട്ട് പോയത് കൊണ്ട് ഡ്യൂക്കക്കൂട്ടിന്റെ വേറെ സീനൊന്നുമില്ല. ഇവനെ ഞാൻ കൊച്ചിയിലോട്ട് പോയി ഒരു കാര്യങ്ങളായി വീട്ടിൽ പോയി ഇത് കണ്ടു ഇത്ര ഇരുന്ന ഞാൻ കുറച്ചൊന്നും ബോഡി വരെ വീക്കായി ജിമ്മിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അത്രയും തിരക്കാണ്. അതുകൊണ്ട് ബ്ലൂബി വരെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ആയിപ്പോയത്. പക്ഷെ എനിവേ ഗൈസ്, നമ്മൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തിരിച്ച് സെറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ട് ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ ഓരോ കമന്റ് എന്തായാലും കമന്റ് ചെയ്യുക. വണ്ടി അങ്ങനെ നമ്മൾ കടത്തൂല, വേറെ സീനൊന്നുമില്ല. വണ്ടിക്ക് ജസ്റ്റ് ഡയനാമോ ഒന്ന് ബാറ്ററി തിരിഞ്ഞു കൊടുത്തപ്പോൾ കത്തിപ്പോയി. ഡയനാമോ മാറ്റാൻ പറ്റുന്നില്ല. അതിന്റെ പൈസ അയച്ചു കൊടുത്ത് ഇനി പുതിയ ഡയനാമോ കൊണ്ടുവന്ന് ഡയനാമോ സെറ്റ് ചെയ്ത് പുതിയൊരു ബാറ്ററി വാങ്ങിയിട്ട് ഇട്ടാൽ മതി. ചെറിയൊരു കുട്ടി വർക്കൊക്കെ. സോ കൂൾ. നമ്മൾ എന്തായാലും തിരിച്ചറിയുക. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അടിച്ചു വെച്ചാൽ മാത്രമേ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഒരിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2025 തുടങ്ങിയപ്പോൾ ബിസിനസ് അങ്ങനെ കുറച്ച് ദുരന്തങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നായാലും നമുക്ക് അതിനുശേഷം എന്തായാലും നമുക്ക് എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എല്ലാം വന്നും തിരിച്ചൊരു കംബാക്ക് ആണ് മകേഷ് ഈ ഒരു സാധനം. യൂട്യൂബിൽ വ്ളോഗാണ്, ഷോർട്സ് ആണ്, എന്താണ് ഇനി നമ്മൾ ഓണായിട്ട് പൊളിയായിട്ട് ഉണ്ടാവും. അപ്പൊ എന്തായാലും ബ്ലൂബിന്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതൊരു കിടില സാധനം. നമ്മൾ പണ്ട് ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. ഇതാണോ ഇങ്ങനെ അടിച്ചു വിടുന്ന വണ്ടി നമ്മുടെ സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലൊരു സാധനം ഉണ്ട്. ഇതൊക്കെ നോക്കിയാൽ നമുക്ക് സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാധനം വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്തു 1000-1500 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലെ വണ്ടിയൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കുക എന്താണ്, പക്ഷേ ഇതിന്റെ പവർ അന്യായ പവറാണ്. ശരിക്കും കാണിച്ചു തരാം. നിങ്ങൾ കാണുമ്പോൾ പറ്റുന്ന വിചാരിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പവർ പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ലോഡായി എടുക്കണം. അയ്യോ, പവർ കൊണ്ട് ഇത് തന്നെ പറഞ്ഞു പോയി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അച്ഛന്മാരെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചിറക്കും. അതിനുവേണ്ടി തന്നെയാണ് ചെറിയ ബ്രേക്ക് എടുത്ത് വണ്ടിയും ഓടിയും നോക്കാൻ വേണ്ടി തന്നെയാണ് നാട്ടിൽ വന്നത്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റാക്കി നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ, അത് ഉറപ്പാണ്. അപ്പൊ കുട്ടപ്പം പിന്നെ ഡ്യൂക്കിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ. അത് പിന്നെ എങ്ങനെയായാലും നമുക്ക് ഇടാൻ ചെരുപ്പില്ലെങ്കിൽ നമ്മൾ പുതിയ ടയർ വിട്ട് വണ്ടിയുടെ കുട്ടപ്പനാക്കി കൊണ്ടുവരും. പിന്നെ പവർ ഒക്കെ നിങ്ങൾ വിചാരിക്കുന്ന നിസ്സാര പവറല്ലേ. ഇങ്ങോട്ട് വന്നേ ഉദാഹരണം കാണിച്ചാൽ വെറും 1500 രൂപയ്ക്ക് ഇത് വാങ്ങിക്കൊണ്ട് പറയുന്ന കാര്യം. അതുകൊണ്ട് ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെയൊക്കെ എന്താ ഞാൻ പറയാം, ഇവിടെ കാണിച്ചാൽ ഞാൻ ജസ്റ്റ് അടിച്ചപ്പോൾ ഇതിനുള്ള ചെളി പോയി. സോ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ഇഷ്ടമൊക്കെ അടിച്ചു വിടുന്നത് വെറുതെ വാഷ് ചെയ്യണമെങ്കിൽ അടിച്ചു വിട്ടാൽ മതി. അടിച്ചു വിടുന്ന ചെറിയ ബൈക്കോ സൈക്കിളോ കാറെങ്കിലും ഉണ്ടെങ്കിൽ പ്രഷർ വാഷറിന് 10,000-6,000 രൂപയ്ക്കാവും. പക്ഷെ അത് വേണ്ടാന്നല്ല, ബട്ട് ഒരു 1500 രൂപ വെച്ച് നോക്കുമ്പോൾ ഇത് തീപ്പൊരു സാധനമാണ്. 2 ബാറ്ററി ഉണ്ട്, നമുക്ക് മാറി മാറിയിട്ട് അടിച്ച് കളറാക്കാൻ പറ്റും. കുട്ടപ്പനൊക്കെ എടുക്കണം. പിന്നെ ഡ്യൂക്കിന്റെ കാര്യം പറയണം, നമുക്ക് ഹാൻഡിൽ ബാർ മാറ്റണം, ചെറിയ ഇത് മാറ്റണം, പിന്നെ ഒരു കുറച്ച് ഫൈനൊക്കെ ഉണ്ട്, അതൊന്ന് അടിച്ച് ക്ലിയർ ആക്കണം. പിന്നെ ഡ്യൂക്കൊക്കെ പുതിയ വർക്കൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. സോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴുകി ഇതിന് കുട്ടപ്പനാക്കട്ടെ. ഒക്കെ വെറുതെ കാണാൻ എനിക്ക് ഇത് നോക്കിയാൽ ഇതവിടെ ഒരു കാക്കയുണ്ട്. നമുക്ക് ഇത് ലൈവായിട്ട് കാക്കേൻ്റെ ഇതങ്ങ് പറിച്ചാണ്. ശരിയായ പവർ പോരാ. ഇത് കണ്ടാൽ പറയാം മനസ്സിലായി 1500 രൂപ പവർ ഉണ്ട്. സ്റ്റിക്കർ വരെ പറന്നു പോയി പവർ. അടിപൊളി സാധനം, കണ്ണും പൂട്ടി കാണും. ലൂബ് ചെയ്യാൻ സമയമായി. വെറുതെ അടിച്ചു വിട്ടാൽ തന്നെ വണ്ടി ക്ലീൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലേക്ക് പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കാം. ഒന്ന് ഉറപ്പായിട്ട് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് വെച്ചാൽ. സോ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് മാക്സിമം ആക്റ്റീവ് ആകുന്നിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ ഒരു സാധനം ഗിവ് അവേ തന്നാലും ആലോചിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നമ്മുടെ ഓൺലൈൻ സ്റ്റോർ പേജ് വഴി. ഉറപ്പായിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ ബൈ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഓരോ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. എല്ലാം വായിച്ച് എല്ലാം റിപ്ലൈ ചെയ്ത് അതിനനുസരിച്ച് എനിക്ക് വണ്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം കമന്റ് ബോക്സ് മുഴുവൻ വണ്ടി എന്നുള്ള ചോദ്യമാണ്. അതാണ് അവസ്ഥ. നല്ല ശോകമാണ്. പക്ഷേ ഇത് വലിയൊരു ചെയ്യുന്നില്ല. റിച്ചൊന്നും ഇല്ല. ഇത്രയൊക്കെ ഉണ്ടാക്കരുത്, നമുക്ക് ആ വണ്ടി ഒന്ന് രേഖ അത്രേ വേണ്ടു. ഒരാഴ്ച അതിനുള്ളിൽ വരും. അപ്പോൾ ഉറപ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. അപ്പം പുതിയ വീഡിയോ കാണാം. ബൈ ഗൈസ്.